ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ നിന്നും 90 കിലോമീറ്റർ അകലെയാണ് ബോറ കേവ് സ്ഥിതി ചെയ്യുന്നത്. വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ 6:45 പുറപ്പെടുന്ന കർദിൽ പാസഞ്ചറിൽ ബോറ കേവിന്റെ തൊട്ടടുത്ത് തന്നെ ഇറങ്ങാം. ബോറ ഗുഹലു എന്നാണ് സ്റ്റേഷന്റെ പേര് തന്നെ. അവിടെ നിന്ന് നടക്കാവുന്ന ദൂരേ ഉള്ളൂ ബോറ ഗുഹയിലേക്ക്. ക്യാമറ ചാർജ് ഉൾപ്പെടെ 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പടികളിറങ്ങി ഗുഹയിലേക്ക് പ്രവേശിച്ചാൽ അതൊരു മറ്റൊരു ലോകമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2313 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുണ്ണാമ്പ് പാറകളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ഗുഹകൾ 1807 ജിയോഗ്രഫിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലുണ്ടായിരുന്ന വില്യം കിങ് ജോർജ് ആണ് കണ്ടെത്തിയത്. ബോറ ഗുഹകൾക്ക് മുകളിലൂടെ കോട്ടാവാസിലെ കിരണ്ടൂർ റെയിൽവേ ലൈൻ കടന്നു പോകുന്നത്. ഗോസ്ഥാനി നദികളുടെ ഒഴുക്കിന്റെ ഫലമായിട്ടാണ് ഈ ഗുഹകൾ രൂപപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. അനന്തഗിരി കുന്നുകൾ ഈ ഭാഗമായ ഗുഹയ്ക്കുള്ളിൽ എപ്പോഴും പാറകൾക്കിടയിൽ നിന്നും വെള്ളത്തുള്ളിൽ ചിതറിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാരണത്താൽ ഗുഹയിൽ എപ്പോഴും നല്ല തണുപ്പുണ്ട്. ബേലം ഗുഹകളുടെ അത്രയും വിസ്തീർണമൊന്നും ഇല്ലെങ്കിലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ ഗുഹയാണിത്. ഇടയ്ക്കിടയ്ക്ക് തെളിയുന്ന ഗുഹയ്ക്കുള്ളിലെ ഇലക്ട്രിക് വർണ്ണ ബൾബുകൾ പല നിറത്തിലുള്ള വെളിച്ചങ്ങൾ വാരി വിതറുന്നുണ്ട്. അതിന്റെ പ്രകാശത്തിൽ ഗുഹയിലെ ചുണ്ണാമ്പുകലുകൾ വെട്ടിത്തിളങ്ങുന്ന കാഴ്ചകൾ കാണാൻ പറ്റും. ഏകദേശം 2 മണിക്കൂർ കൊണ്ട് കാണാവുന്ന കാഴ്ചകളെ ഇവിടെയുള്ളൂ. ഇവിടെ നിന്നും ആന്ധ്രയുടെ ഊട്ടി എന്നറിയപ്പെടുന്ന അരക്ക് വാലിയിലേക്കായിരുന്നു ഞങ്ങളുടെ പിന്നീടുള്ള യാത്ര. അതിന്റെ വിശേഷങ്ങളെല്ലാം പുറകെ വരുന്നുണ്ട്. അപ്പോൾ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ.